Hello children, welcome to our botany class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത് പ്ലാന്റ് കിങ്ഡത്തിലെ ഏറ്റവും അവസാനത്തെ കൺസെപ്റ്റ് ആയിട്ടുള്ള പ്ലാന്റ് ലൈഫ് സൈക്കിൾസ് ആൻഡ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ്. അപ്പോൾ എന്താണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്നുള്ള ആ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഒരു പ്ലാന്റിൻ്റെ ലൈഫ് സൈക്കിളിൽ അതിന് ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഫേസും ആ ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഫോം ചെയ്യുന്ന ഒരു ഫേസും ഉണ്ടായിരിക്കും. ഗമീറ്റ്സ് ഹപ്ലോയിഡ് ആണ്. ഹപ്ലോയിഡ് ആയിട്ടുള്ള ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്ത് വരുന്ന സൈഗോട്ട് ഡിപ്ലോയിഡ് ആണ്. അപ്പോൾ ഏതൊരു പ്ലാന്റിൻ്റെയും ലൈഫ് സൈക്കിളിൽ അങ്ങനെയുള്ളൊരു ഹപ്ലോയിഡ് ഫേസും ഡിപ്ലോയിഡ് ഫേസും ഉണ്ടായിരിക്കും. ഹപ്ലോയിഡ് ആയിട്ടുള്ളൊരു ജനറേഷനും ഡിപ്ലോയിഡ് ആയിട്ടുള്ളൊരു ജനറേഷനും ഉണ്ടായിരിക്കും. ഹപ്ലോയിഡ് ഫേസ് അതായത് ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫേസ് അല്ലെങ്കിൽ ഗമീറ്റ് ബെയർ ചെയ്യുന്ന ആ ഒരു സ്റ്റേജിനെ ഗാമറ്റോഫൈറ്റിക് സ്റ്റേജ് എന്നും പറയും. സ്പോസ് ബെയർ ചെയ്യുന്ന ആ ഒരു സ്റ്റേജിനെ സ്പോറോഫൈറ്റിക് സ്റ്റേജ് എന്നും പറയും. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഓൾട്ടർനേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഒരു പ്ലാന്റിൻ്റെ ലൈഫ് സൈക്കിളിൽ ഉണ്ടാവുന്നത്. In plants, both haploid and diploid cells can divide by mitosis. അപ്പോൾ ഹപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലാണെങ്കിലും ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലാണെന്നുണ്ടെങ്കിലും അത് മൈറ്റോസിസ് ഡിവിഷൻ അണ്ടർഗോ ചെയ്യാം. അപ്പോൾ അങ്ങനെ മൈറ്റോസിസ് ഡിവിഷൻ അണ്ടർഗോ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഹപ്ലോയിഡ് ആൻഡ് ഡിപ്ലോയിഡ് പ്ലാന്റ് ബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് പറയണത്. ഇനി ഹപ്ലോയിഡ് പ്ലാന്റ് ബോഡി ഗാമറ്റോഫൈറ്റ് ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഗമീറ്റോഫൈറ്റ്. അപ്പോൾ ഹപ്ലോയിഡ് ആയിട്ടുള്ള പ്ലാന്റ് ബോഡി പ്രൊഡ്യൂസസ് ഗമീറ്റ്സ് ബൈ മൈറ്റോസിസ്. അപ്പോൾ ഹപ്ലോയിഡ് ആയിട്ടുള്ള പ്ലാന്റ് ബോഡി ഹപ്ലോയിഡ് ഗമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന ഡിവിഷൻ മൈറ്റോസിസ് ആണ്. ആൻഡ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ അതായത് ഫ്യൂഷന് ശേഷം മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഫ്യൂസ് ചെയ്താൽ ഉണ്ടാവുന്ന പ്രോഡക്റ്റാണ് സൈഗോട്ട് എന്ന് പറയുന്നത്. ദിസ് സൈഗോട്ട് ഓൾസോ ഡിവൈഡ്സ് ബൈ മൈറ്റോസിസ് ടു പ്രൊഡ്യൂസ് എ ഡിപ്ലോയിഡ് പ്ലാന്റ് ബോഡി സ്പോറോഫൈറ്റ്. അതായത് സൈഗോട്ട് ഒന്ന് മൈറ്റോസിസ് ഡിവിഷൻ അണ്ടർഗോ ചെയ്തിട്ട് സ്പോറോഫൈറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറായിട്ട് മാറും. ഈ സ്പോറോഫൈറ്റിൽ ഉള്ള സെൽസിൽ പിന്നീട് മിയോസിസ് നടന്നിട്ടാണ് അതിൽ നിന്ന് ഹപ്ലോയിഡ് സ്പോസ് പ്രൊഡ്യൂസ് ചെയ്യുക. This produces haploid spores by meiosis. Okay, and that spores അങ്ങനെ മിയോസിസ് വഴി സ്പോസ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ വീണ്ടും അത് ഹപ്ലോയിഡ് കണ്ടീഷനിലേക്ക് വന്നു അല്ലേ. ഹപ്ലോയിഡ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ബോഡി തിരിച്ച് ഏത് കണ്ടീഷനിലേക്ക് വന്നു? ഹപ്ലോയിഡ് പ്ലാന്റ് ബോഡി ആയിട്ടുള്ളൊരു കണ്ടീഷനിലേക്ക് വന്നു. അപ്പോൾ ഈ ഹപ്ലോയിഡ് സ്പോസ് ഇവിടെ ഹപ്ലോയിഡ് സ്പോസ് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു. ആ ഹപ്ലോയിഡ് സ്പോസ് ഡിവൈഡ്സ് ബൈ മൈറ്റോസിസ് ടു ഫോം എ ഹപ്ലോയിഡ് പ്ലാന്റ് ബോഡി. അപ്പോൾ ഇതിൻ്റെ ചുരുക്കം അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹപ്ലോയിഡ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ബോഡി ആണെന്നുണ്ടെങ്കിൽ അത് ഗമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അവിടെ നടക്കുന്ന ഡിവിഷൻ മൈറ്റോസിസ് ആണ്. അങ്ങനെ ഗമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഫോം ചെയ്യുന്നത് സൈഗോട്ടാണ്. ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ടാണ്. ആ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ടിൽ നിന്ന് സ്പോറോഫൈറ്റ് എന്ന് പറയുന്ന സ്പോസ് ഉണ്ടാവുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഈ സ്പോറോഫൈറ്റ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സ്പോറോഫൈറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിൽ മിയോസിസ് നടന്നിട്ട് ഹപ്ലോയിഡ് സ്പോസ് ഉണ്ടായി. ആ ഹപ്ലോയിഡ് സ്പോസ് ലേറ്റർ മൈറ്റോട്ടിക് ഡിവിഷൻ അണ്ടർഗോ ചെയ്തുകൊണ്ട് വീണ്ടും ഈ ഒരു ഹപ്ലോയിഡ് ആയിട്ടുള്ള പ്ലാന്റ് ബോഡിയിലേക്ക് തന്നെ എത്തുകയാണ്. എന്തായിരുന്നോ അതിൻ്റെ പ്ലാന്റ് ബോഡി ആ പ്ലാന്റ് ബോഡിയുടെ ക്രോമസോം നമ്പർ അതേ ക്രോമസോം നമ്പറിലേക്ക് എത്തുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ അതിൻ്റെ ലൈഫ് സൈക്കിൾ അങ്ങനെ ആ ഒരു രീതിയിലാണ് പോണത്. അപ്പോൾ ദസ് ഡ്യൂറിങ് ദി ലൈഫ് സൈക്കിൾ ഓഫ് എനി സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് പ്ലാന്റ്, കാരണം സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉള്ള പ്ലാന്റ്സിലാണ് ഈ ഗമീറ്റ്സ് ഫോം ചെയ്യുന്നതും ഫ്യൂസ് ചെയ്യുന്നതും ഒക്കെ വരുന്നതല്ലേ. അപ്പോൾ thus during the life cycle of any sexually reproducing plant there is an alternation of generations between gametophyte അത് ഹപ്ലോയിഡ് കണ്ടീഷൻ ആണ് ആൻഡ് സ്പോറോഫൈറ്റ്. അപ്പോൾ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
gametophytic stage alternates with the sporophytic stage in the life cycle of a sexually reproducing plant. ഇനി നോക്കൂ, 3 പാറ്റേൺസ് ഓഫ് ലൈഫ് സൈക്കിൾ നമ്മൾക്ക് കാണാം. അങ്ങനെ വരുമ്പോൾ ഒന്ന് ഹെപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് പറയും, മറ്റൊന്ന് ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് പറയും, മൂന്നാമത്തത് ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് പറയും. അതായത് ഏത് ഫേസാണ് പ്രോമിനൻ്റ് ആയിട്ട് ആ ഒരു പ്ലാന്റിൻ്റെ ലൈഫ് സൈക്കിളിൽ ഉള്ളത്, അതായത് കൂടുതൽ പോർഷൻ ഓഫ് ആ സമയം ഏത് തരത്തിലുള്ള സ്റ്റേജാണ്, ഹെപ്ലോയിഡ് സ്റ്റേജാണോ ഡിപ്ലോയിഡ് സ്റ്റേജാണോ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ 3 ടൈപ്പ് ഓഫ് ലൈഫ് സൈക്കിൾ പറയുന്നത്. ഹെപ്ലോണ്ടിക്, ഡിപ്ലോണ്ടിക് ആൻഡ് ഹാപ്ലോ ഡിപ്ലോണ്ടിക്. നമുക്ക് ആദ്യം ഹെപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്താണ് എന്നുള്ളത് നോക്കാം. നോക്കൂ, ഹെപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിൻ്റെ ഒരു ഡയഗ്രാമാണിത്. അപ്പോൾ ഹെപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിൻ്റെ അർത്ഥം ഹെപ്ലോയിഡ് ഫേസ് ആണ് കൂടുതൽ സമയം ഉണ്ടാവുക, അല്ലെങ്കിൽ ഹെപ്ലോയിഡ് ഫേസ് ആണ് പ്രോമിനൻ്റ് ആയിട്ട് ഈ ഒരു പ്ലാന്റിൻ്റെ ലൈഫ് സൈക്കിളിൽ ഉണ്ടായിരിക്കുക. അത് ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് പറയാം, വോൾവോക്സ് ആൽഗെ such as volvox, pyrogyra and some species of chlamydomonas. Okay. അപ്പോൾ ചില ആൽഗകളുടെ കേസിൽ ഇപ്പോൾ ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ് ഇങ്ങനെ പറയുന്ന പല പ്ലാന്റ്സും വരുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കേസിൽ വേറെ ടൈപ്പ് ലൈഫ് സൈക്കിളാണ് വരുന്നത്. ആൽഗയുടെ കേസിൽ വരുന്നത് ഹെപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. കാരണം ആൽഗയുടെ ക്രോമസോം നമ്പർ കണ്ടീഷൻ എന്ന് പറയുന്നത് ഹെപ്ലോയിഡ് ആണ്. അപ്പോൾ അങ്ങനെ ഹെപ്ലോയിഡ് ആയിട്ടുള്ള ആൽഗ എന്ത് ചെയ്യുന്നു, അതിൽ ഗമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഹെപ്ലോണ്ടിക് ഫേസ് ആയിട്ട് വരുന്നത് ഗാമറ്റോഫൈറ്റിക് സ്റ്റേജാണ്, ഗമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് ഗാമറ്റോജെനസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ആൽഗയുടെ ബോഡി ഹെപ്ലോയിഡ് ആണ്. ആ ഹെപ്ലോയിഡ് ആയിട്ടുള്ള ആൽഗയുടെ ബോഡിയിൽ നിന്ന് ഗമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്യുന്നു, സിൻഗാമി, എന്നിട്ട് അതിൽ നിന്ന് സൈഗോട്ട് ഫോം ചെയ്യാണ്. അപ്പോൾ സൈഗോട്ട് 2n ആണ്. അപ്പോൾ ഈ സൈഗോട്ട് എന്ന് പറയുന്ന സ്റ്റേജ് കുറച്ച് സമയത്തേക്കാണ് ഉണ്ടാവുന്നത്. പിന്നീട് ആ സൈഗോട്ടിൽ ഡിവിഷൻ, മിയോസിസ് ഡിവിഷൻ നടന്ന് അതിൽ നിന്ന് വീണ്ടും ഹെപ്ലോയിഡ് സ്പോസ് ഫോം ചെയ്ത് ആ ഹെപ്ലോയിഡ് സ്പോസ് വീണ്ടും ഹെപ്ലോയിഡ് ആയിട്ടുള്ള ആൽഗയായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ലൈഫ് സൈക്കിളിൽ 2 ഫേസസും അല്ലെങ്കിൽ 2 ജനറേഷനും വരുന്നുണ്ട്. പക്ഷെ ഗാമറ്റോഫൈറ്റിക് ആയിട്ടുള്ള ആ ഒരു ജനറേഷനാണ് എന്തായിട്ട് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോമിനൻ്റ് ആയിട്ട് വരുന്നത്, ഡോമിനൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ദ ഡോമിനൻ്റ് ഫേസ് എന്ന് പറയുന്നത് ഗാമറ്റോഫൈറ്റ് ഫേസ് ആണ്, അല്ലെങ്കിൽ ഹെപ്ലോയിഡ് ഫേസ് ആണ്. ദ ഡോമിനൻ്റ് ഫേസ് ഈസ് ഹെപ്ലോയിഡ് കണ്ടീഷൻ ഇൻ ഹെപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. അപ്പോൾ ഹെപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിൽ ദ സ്പോറോഫൈറ്റിക് ജനറേഷൻ ഈസ് റെപ്രസെൻറ്റഡ് ഓൺലി ബൈ സൈഗോട്ട്. സ്പോറോഫൈറ്റിക് സ്റ്റേജ് എന്ന് പറയുന്നത് it is represented only by zygote. കുറച്ച് സമയത്തേക്ക് ഉണ്ടാവുള്ളൂ. And then the zygote undergoes meiosis to form haploid spores. ഈ ഹെപ്ലോയിഡ് സ്പോസ് മൈറ്റോസിസ് അണ്ടർഗോ ചെയ്തുകൊണ്ട് ഗാമറ്റോഫൈറ്റ് ആയിട്ട് മാറുന്നു. അതായത് ആ ഒരു പ്ലാൻ ബോഡി അല്ലെങ്കിൽ ആൽഗയുടെ പുതിയൊരു പ്ലാൻ ബോഡി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഡോമിനൻ്റ് ഫോട്ടോസിന്തറ്റിക് ഫേസ് എന്ന് പറയുന്നത് ഫ്രീ ലിവിങ് ആയിട്ടുള്ള ഈ ഗാമറ്റോഫൈറ്റ് ആണ്. ഹെപ്ലോയിഡ് ആയിട്ടുള്ള ഈ ആൽഗയുടെ പ്ലാൻ ബോഡിയാണ് കൂടുതൽ ഡോമിനൻ്റ് ആയിട്ട് അതിൻ്റെ ലൈഫ് സൈക്കിളിൽ വരിക. അങ്ങനെ വരുമ്പോഴാണ് അതിനെ ഹെപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഹെപ്ലോയിഡ് ഫേസ് ഈസ് ഡോമിനൻ്റ്. ഇനി സെക്കൻഡ് ടൈപ്പ് ഡിപ്ലോണ്ടിക് ആണ്. പേര് പോലെ തന്നെ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഫേസാണ് പ്രോമിനൻ്റ് ആയിട്ട് ഇതിൻ്റെ ലൈഫ് സൈക്കിളിൽ വരിക, ഡോമിനൻ്റ് ആയിട്ട് ഇതിൻ്റെ ലൈഫ് സൈക്കിളിൽ ഉണ്ടാവുക. ദ ഡോമിനൻ്റ് ഫേസ് എന്ന് പറയുന്നത് എന്താണ്, ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഫേസാണ്. ഇതിൽ നോക്കൂ, നമ്മൾക്ക് കാണാം പ്ലാൻ ബോഡി എന്ന് പറയുന്നത് തന്നെ സ്പോറോഫൈറ്റ് ആയിരിക്കും, ഡിപ്ലോയിഡ് ആയിട്ടുള്ള കണ്ടീഷനാണ് വരുന്നത്. അപ്പോൾ ആ ഡിപ്ലോയിഡ് ആയിട്ടുള്ള പ്ലാൻ ബോഡിയിൽ നിന്ന് മിയോസിസ് വഴിയാണ് എന്ത് ഫോം ചെയ്യുക, ഗമീറ്റ്സ് ഫോം ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ആദ്യത്തെ വീഡിയോസിൽ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ഇതിൻ്റെ കണ്ടീഷൻസ് വരുന്നത്. മൈറ്റോസിസ് മിയോസിസ് എന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മുടെ ബ്രിഡ്ജ് കോഴ്സ് ചെയ്തപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ സ്പോറോഫൈറ്റ്, ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റിൽ നിന്ന് ഡിപ്ലോയിഡ് ആയിട്ടുള്ള പ്ലാൻ ബോഡിയിൽ നിന്ന് മിയോസിസ് വഴി ഗമീറ്റ്സ് ഫോം ചെയ്യും. അതാണ് ഗാമറ്റോജെനസിസ്, ഗമീറ്റ്സ് ഉണ്ടാവുക.
ഗമീറ്റ്സ് ഫോം ചെയ്തു, മെയിൽ ഗമീറ്റ് ഫീമെയിൽ ഗമീറ്റ് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് ഡിപ്ലോയിഡ് കണ്ടീഷനിലേക്ക് വരികയാണ് അല്ലെ. ഗമീറ്റ്സ് ഹെപ്ലോയിഡ് ആണ്, ആ ഹെപ്ലോയിഡ് ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്ത് വീണ്ടും ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് സ്റ്റേജിലേക്ക് വരികയാണ്. സൈഗോട്ട് അണ്ടർഗോസ് മൈറ്റോട്ടിക് ഡിവിഷൻ ടു ഫോം ദി ഡിപ്ലോയിഡ് പ്ലാന്റ് ബോഡി. അപ്പോൾ ഈ ഒരു ലൈഫ് സൈക്കിളിൻ്റെ കേസിൽ ഈ ഗാമറ്റോഫൈറ്റിക് ഫേസ് എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയത്തേക്കേ ഉള്ളൂ എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ഓൺലി റെപ്രസെൻറ്റഡ് ബൈ എ സിംഗിൾ ഓർ ടു ഫ്യൂ സെൽഡ് ഹെപ്ലോയിഡ് ഗാമറ്റോഫൈറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഇൻ ദിസ് ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് ഈസ് ഡോമിനൻറ്റ്. ഫോട്ടോസിന്തറ്റിക് ഫേസ് ആണ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് അതിനുണ്ട്. എക്സാമ്പിൾ നോക്കൂ, ആൽഗെ തന്നെ പറയാം. അപ്പോൾ ആൽഗയുടെ കേസിൽ ഹെപ്ലോയിഡ് ആയിട്ടുള്ള ആൽഗെ ഉണ്ടാവും, ഡിപ്ലോയിഡ് ആയിട്ടുള്ള ആൽഗയും വരുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ കേസിലും എന്തൊക്കെയാണ് എക്സാമ്പിൾ? ആൽഗെ. ഏത് ആൽഗയാണ്? ഫ്യൂക്കസ്. പിന്നെ ജിംനോസ്പേംസും ആൻജിയോസ്പേംസും. ജിംനോസ്പേംസും ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് ആണ്. ആൻജിയോസ്പേംസിൻ്റെ കേസിലും പ്ലാന്റ് ബോഡി ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് ആണ് അല്ലേ. അവരുടെ ആ ഒരു ലൈഫ് സൈക്കിളിൽ ഗമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഗമീറ്റ്സ് വരുന്ന ഫേസ് മാത്രമാണ് ഹെപ്ലോയിഡ് കണ്ടീഷനിൽ വരുന്നത്. പിന്നീട് അത് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്ലോയിഡ് സൈഗോട്ട് ഡിവൈഡ് ചെയ്തിട്ട് വീണ്ടും ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള പ്ലാന്റ് ബോഡി ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഡിപ്ലോയിഡ് ഫേസ് ആണ് ഇവിടെ ഡോമിനൻ്റ് ആയിട്ട് വരുന്നത്. ദെൻ തേർഡ് ലൈഫ് സൈക്കിൾ ഈസ് ഹെപ്ലോഡിപ്ലോണ്ടിക്. അതായത് ഇവിടെ intermediate condition between haplontic and diplontic. Intermediate condition between haplontic and diplontic എന്ന് പറഞ്ഞാൽ ഈ ഒരു കേസിൽ എക്സാമ്പിൾ ബ്രയോഫൈറ്റ്സ് ആൻഡ് ടെറിഡോഫൈറ്റ്സ്. ബ്രയോഫൈറ്റ്സും ടെറിഡോഫൈറ്റ്സിൻ്റെയും കേസിലാണ് ഈ ഹെപ്ലോഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ലൈഫ് സൈക്കിളിൽ ഗാമറ്റോഫൈറ്റ് ഫേസും സ്പോറോഫൈറ്റ് ഫേസും മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള കണ്ടീഷനിലാണ് വരിക, ഫ്രീ ലിവിങ് ആയിട്ടുള്ള കണ്ടീഷനിലാണ് വരിക. ആ രണ്ട് സ്റ്റേജസിനും സ്പോറോഫൈറ്റ് സ്റ്റേജ് ആയാലും ഗാമറ്റോഫൈറ്റ് സ്റ്റേജ് ആയാലും അത് കുറച്ച് സമയത്തേക്ക് ഈക്വൽ ആയിട്ടുള്ളൊരു ഡോമിനൻസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ബ്രയോഫൈറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ബ്രയോഫൈറ്റിൻ്റെ പ്ലാന്റ് ബോഡി ഹെപ്ലോയിഡ് ആണ്. ആ ഹെപ്ലോയിഡ് ആയിട്ടുള്ള പ്ലാന്റ് ബോഡി എന്ന് പറയുമ്പോൾ ആന്ത്രീഡിയം ആർക്കിഗോണിയം ഉണ്ടായിരിക്കും. അതിൽ മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഫോം ചെയ്തിട്ട് എന്തുണ്ടാവും? സൈഗോട്ട്. ആ സൈഗോട്ട് എന്തായിട്ട് മാറും? ബ്രയോഫൈറ്റ്സിൽ സ്പോറോഫൈറ്റ് അല്ലേ, ക്യാപ്സ്യൂള് കാണുന്ന ഫുട്ട് സീറ്റെ ക്യാപ്സ്യൂള് വരുന്ന സ്പോറോഫൈറ്റ് ആയിട്ട് മാറും. എന്നിട്ട് ക്യാപ്സ്യൂളിൽ ഉള്ള സ്പോർ മദർ സെൽസ് മിയോസിസ് ഡിവിഷൻ അണ്ടർഗോ ചെയ്തിട്ട് ഹെപ്ലോയിഡ് സ്പോർസ് ഉണ്ടാവും എന്നുള്ളതാണ്. ആ ഹെപ്ലോയിഡ് സ്പോർസിൽ നിന്ന് പ്രോട്ടോനീമ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടായിട്ടാണ് ആ പ്രോട്ടോനീമയിൽ നിന്ന് പിന്നീട് ഹെപ്ലോയിഡ് ആയിട്ടുള്ള ബ്രയോഫൈറ്റ് പ്ലാന്റ് ബോഡി ഉണ്ടാവുന്നത്. അപ്പോൾ കുറച്ച് സമയത്തേക്ക് തന്നെ ഗാമറ്റോഫൈറ്റ് ഫേസും സ്പോറോഫൈറ്റ് ഫേസും ഉള്ള രീതിയിലുള്ള ഈക്വൽ ഡോമിനൻസ് വരുന്ന രീതിയിലുള്ള ഒരു കണ്ടീഷനാണ് അവിടെ വരുന്നത്. അതാണ് ഹെപ്ലോ ഡിപ്ലോണ്ടിക് എന്ന് പറയുന്നത്. ഇനി ടെറിഡോഫൈറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നോക്കൂ, ടെറിഡോഫൈറ്റ്സിൻ്റെ കേസിൽ ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡിയാണ്. അതിൻ്റെ ലീഫിലാണ് സ്പൊറാഞ്ചിയ കാണുക. അപ്പോൾ മിയോസിസ് വഴി അതെന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഗമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ് സ്പോറോഫൈറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ സ്പോറോഫൈറ്റിൽ നിന്ന് മിയോസിസ് വഴി സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട്, അതായത് സ്പോർ മദർ സെൽസ് അണ്ടർഗോസ് മിയോസിസ് ടു ഫോം ഹാപ്ലോയിഡ് സ്പോർസ്. ആ ഹാപ്ലോയിഡ് സ്പോർസ് പ്രോഥാലസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും അല്ലേ. ആ പ്രോഥാലസ് എന്ന് പറയുന്ന സ്ട്രക്ചറിലാണ് ആന്ത്രീഡിയവും ആർക്കിഗോണിയും ഉണ്ടായിരിക്കുക. ടെറിഡോഫൈറ്റ്സിൻ്റെ കേസിൽ ആന്ത്രീഡിയയിൽ മെയിൽ ഗമീറ്റും ആർക്കിഗോണിയയിൽ മെയിൽ ഗമീറ്റും ഫോം ചെയ്യും. എന്നിട്ട് അത് ഫ്യൂസ് ചെയ്ത് സിൻഗാമി ഫ്യൂഷൻ എന്നിട്ട് സൈഗോട്ട് ഫോം ചെയ്തിട്ട് സൈഗോട്ടിൽ നിന്ന് വീണ്ടും സ്പോറോഫൈറ്റ് ആയിട്ടുള്ള ഡിപ്ലോയിഡ് ആയിട്ടുള്ള പ്ലാന്റ് ബോഡി ഉണ്ടാവും. അപ്പോൾ അവിടെയും ഈക്വൽ ആയിട്ടുള്ളൊരു ഡോമിനൻസ് ഗാമറ്റോഫൈറ്റ് ഫേസിനുണ്ട്, സ്പോറോഫൈറ്റ് ഫേസിനുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് ഫേസും ഡോമിനൻ്റ് ആയിട്ട് വരുന്നൊരു കണ്ടീഷനിൽ അതിനെ ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ലൈഫ് സൈക്കിൾ ഓഫ് ദി പ്ലാന്റ് ബോഡി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയുമ്പോൾ 3 പാറ്റേൺസ് ഓഫ് ലൈഫ് സൈക്കിൾ വരും. ഹാപ്ലോണ്ടിക്, ഡിപ്ലോണ്ടിക് ആൻഡ് ഹാപ്ലോ ഡിപ്ലോണ്ടിക്
എന്ന് പറയാം. ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിൻ്റെ കേസിൽ എങ്ങനെ വരും? ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിൻ്റെ കേസിൽ ഹാപ്ലോയിഡ് ഫേസ് ആണ് ഡോമിനൻ്റ് ആയിട്ട് വരിക അല്ലേ. ഇനി ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിൻ്റെ കേസിൽ ഡിപ്ലോയിഡ് ഫേസ് ആണ് എന്തായിട്ട് വരിക? ഡോമിനൻ്റ് ആയിട്ട് വരിക. സ്പോറോഫൈറ്റ് സ്റ്റേജ് ആണ് ഡോമിനൻ്റ് ആയിട്ട് വരിക. ഓക്കെ, ഇനി ഹാപ്ലോഡിപ്ലോണ്ടിക് സ്റ്റേജിൽ ഇൻ്റർമീഡിയറ്റ് കണ്ടീഷൻ ബിറ്റ്വീൻ ഹാപ്ലോണ്ടിക് ആൻഡ് ഡിപ്ലോണ്ടിക്. അപ്പോൾ ഈ 3 ടൈപ്പ് ലൈഫ് സൈക്കിളാണ് പ്ലാന്റ് കിങ്ഡത്തിൽ വരുന്ന പ്ലാന്റ്സിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ജനറേഷൻ അല്ലെങ്കിൽ ഡിപ്ലോയിഡ് ജനറേഷനും ഹാപ്ലോയിഡ് ജനറേഷനും ഓൾട്ടർനേറ്റ് ചെയ്തിട്ട് വരുന്നൊരു രീതിയാണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്നുള്ള ആ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് എക്സാമിന് ചോദിക്കാം, വാട്ട് ഈസ് ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ? Haploid phase is dominant. What is diplontic life cycle? Diplontic stage is dominant. Sporophyte stage is dominant. Haplodiplontic എന്ന് ചോദിച്ചാൽ it is intermediate between haplontic and diplontic phases. ഇതിനുള്ള എക്സാമ്പിൾസും ഓരോ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിനുള്ള എക്സാമ്പിൾ, ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിനുള്ള എക്സാമ്പിൾ, ഹാപ്ലോഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിനുള്ള എക്സാമ്പിൾ, ഇത്രയും കാര്യം നിങ്ങൾ കൃത്യമായിട്ട് തറോ ആയിട്ട് പഠിച്ചു വെക്കണം. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റോടു കൂടി നമ്മുടെ പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു കൺസെപ്റ്റുമായിട്ട് നമ്മൾക്ക് ജോയിൻ ചെയ്യാം. താങ്ക് യു.